ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞങ്ങൾക്കിന്ന് പൂരി മസാലക്കറിയായിരുന്നു കേട്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും ദോശയെന്നൊരു മോചനം. എല്ലാവരും ഇന്ന് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പൂരി ആയോണ്ടായിരിക്കും. നന്ദയ്ക്ക് അവളുടെ സ്കൂളിൽ ഒന്ന് പോകണമായിരുന്നു. അവൾ പോകാൻ ഒരുങ്ങുന്ന കണ്ടപ്പോൾ തന്നെ ലക്കി ഒരുങ്ങി ഇറങ്ങി കേട്ടോ. സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ അവിടെ ഇരിക്കുന്ന കോപ്പികളൊക്കെ എടുക്കണം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, ഇനി ഇതുപോലെ അങ്ങ് സ്കൂൾ അടയ്ക്കുകയും ചെയ്യും. പോയിട്ട് വേഗം തന്നെ അവർ തിരിച്ചെത്തുകയും ചെയ്തു കേട്ടോ. ഇവിടെ അടുത്താണ് സ്കൂള്. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. എന്നാലും അവർ രണ്ടാളും കൂടി സൈക്കിളിലാണ് പോയത്. ഇവർ രണ്ടാളും പോയി കഴിഞ്ഞപ്പോൾ ഡെലിവറി ബോയ് വന്നു കേട്ടോ. ഇയാൾ രാവിലെ വിളിച്ചായിരുന്നു. എല്ലാ വർഷവും ഇതുപോലെ 2 സമ്മാനപ്പൊതികൾ വരും. ലക്കിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായത്. ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. 2-3 ദിവസം മുന്നേ വേറൊരെണ്ണം വന്നായിരുന്നു. അത് രണ്ടും കൂടി ഒന്നിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് വെയിറ്റ് ചെയ്തതാ. ലക്കിയുടെ കുഞ്ഞമ്മ അയച്ച ഗിഫ്റ്റാ കേട്ടോ. അവൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. പേര് മാളു. ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. ഇത് 2 ദിവസം മുന്നേ വന്ന സമ്മാനമാ. ഇത് കണ്ടോ, അടിപൊളിയൊരു വാച്ച്. അവന് വാച്ചും കൂളിംഗ് ഗ്ലാസും ഭയങ്കര ഇഷ്ടമാണ്. ഞാനീ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കിളികൾ വന്നിരുന്ന് ഭയങ്കര ബഹളം. എന്നെക്കാളും മുന്നേ സൗണ്ട് ഉണ്ടാക്കുക. ഇതും മാളുവിൻ്റെ സമ്മാനം തന്നെയാണ്. ഇത് കുറച്ച് വലുത് സാരമില്ല, ചെറുതായാലും ബുദ്ധിമുട്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല കളറ്. അവനില്ലാത്ത കളറായത്. അവന് വലുതൊന്നും ചെറുതൊന്നും ഇല്ല കേട്ടോ. അപ്പം തന്നെ ഇട്ട് ഫോട്ടോ എടുക്കണം. നന്ദയ്ക്കും വരും കേട്ടോ ഇതുപോലെ സമ്മാനങ്ങൾ. ഇതെല്ലാ വർഷവും മുടങ്ങാതുള്ളതാ. മാളുവിനും ഒരു മോളുണ്ട്. പേര് പപ്പു എന്നാ. പപ്പു ലക്കി ഒരേ പ്രായമാട്ടോ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. വർഷത്തിൽ ഒരു പ്രാവശ്യമേ രണ്ടുപേരൂടെ കാണുള്ളൂ. രണ്ടാളും ആദ്യമേ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞ് പൊരിഞ്ഞടിയാ. ഈ കാണുന്നത് ഉടുപ്പിടുന്നതിൻ്റെ ബഹളവാ. ഇടയ്ക്ക് കണ്ണു പോകുന്നത് TV-യിലോട്ടാ. കാർട്ടൂൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. അവൻ ഡോറേമോൻ്റെ ആളാ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ആയിരിക്കും. അടുത്ത് ആര് വിളിച്ചാലും അറിയത്തുമില്ല. അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം ഞാൻ പോയി ആ TV അങ്ങ് ഓഫ് ചെയ്യും, എന്നിട്ടേ സംസാരിക്കൂ. അതുകൊണ്ടിപ്പോൾ ഞാൻ വിളിക്കുമ്പോഴേ ആൾ ഓടി വരും. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇട്ട് നോക്കിയായിരുന്നു. പക്ഷെ മാളുവിന് അയച്ചു കൊടുക്കാൻ ഫോട്ടോ എടുത്തില്ല. പിന്നെ അവനെ ഒന്നുകൂടെ അത് ഇടിയിപ്പിച്ച് മാളുവിന് ഫോട്ടോ എടുത്തയച്ച്. കുറച്ച് ദിവസം മുന്നേ വാങ്ങിയതിൻ്റെ 2 കോൺ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെടുത്തങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ഞാൻ ഈ മസാല പുരട്ടുന്ന കണ്ടപ്പോൾ അവനും ചെയ്യണമെന്ന്. അവ സ്വന്തമായി പുരട്ടി തിന്നോളാന്ന്. അവൻ മസാല തെച്ചതിന് പ്രത്യേക ടേസ്റ്റാണ്. ഏട്ടൻ കഴിച്ചു നോക്കാൻ വേണ്ടി വായിൽ കൊണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി മുഖത്ത് തേച്ച് കൊടുത്ത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.